everyone. So welcome to Aadi's Little World. So by now നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് നടി ഡയന ഹമീദിൻ്റെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡയനയുടെ വെഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വെഡിങ് പ്രിപ്പറേഷൻസ്, അതായത് നിക്കാഹിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാണേ. അപ്പോൾ ദേ അപ്പു ഇങ്ങ് വന്നേ. അപ്പു ദായ്മടുത്തും അമീനങ്ങളുടെ അടുത്തും ഒരു എന്താ പറയാനുള്ള അപ്പൂന് വിളിച്ചേ. അപ്പു കല്യാണത്തിന് വരുന്നില്ല. പിന്നെ എടാ ദായ്മയ്ക്കും അമീൻ അങ്കിളിനും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞേ. അവൻ കാറിന്റെ താക്കോലിൽ ബിസിയാണ് ഗൈസ്. പറയുന്നുണ്ടോ? ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞേ. ദായ്മയ്ക്കും അമീൻ അങ്കിളിനും പറഞ്ഞേ. ദായ്മയ്ക്കും അമീൻ അങ്കിളിനും ഹാപ്പി ബർത്ത്ഡേ ആണ് അവൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് എന്തായാലും കല്യാണ വിശേഷങ്ങൾ പടിപ്പടിയായി കാണാം. ഞാൻ ദേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനിയുള്ള 2 ദിവസം ഞാൻ അവരുടെ കൂടെ ആയിരിക്കും. അപ്പൊ കുറേ കാര്യങ്ങളുമായിട്ട് എൻ്റെ ചാനലിലൂടെ നമുക്കത് കാണാം. ഓക്കെ. ഡയനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ മെഹന്തി ഇടുന്ന പരിപാടിയുണ്ട്. ഇഷ്ക് മെഹന്തി ആർട്സ് അവരാണ് കേട്ടോ നമുക്ക് മെഹന്തി ഇട്ട് തരുന്നത്. അപ്പോൾ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ അകത്തോട്ട് കയറിയിട്ട് എന്തായി ഇവിടുത്തെ ബാക്കി പ്രിപ്പറേഷൻസ് കാര്യങ്ങളെന്നൊക്കെയുള്ള വിശേഷം കാണാം. ഓക്കെ, എന്തായി ഇവിടുത്തെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ. അങ്ങനെ ഞാൻ എത്തിയപ്പോഴേക്കും ഇവർ ഓൾറെഡി ഇത് മെഹന്തി ഇത്രയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് ഡയന ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇഷ്ക് മെഹന്തി ആർട്സ് ഇവരാണ് എനിക്ക് എൻ്റെ വളക്കാപ്പിനൊക്കെ മെഹന്തി ഇട്ട് തന്ന 2 സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഇട്ട് തരും. നല്ല രസമായിട്ട് ഇതേ മെഹന്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിക്കാൻ എന്തേ പഫ്സ് എടുത്ത് വായിൽ വെച്ച് തരാം. വായിൽ വെച്ച് തരാം. അങ്ങനെ കല്യാണ പെണ്ണാകുമ്പോൾ അറിയാമല്ലോ, ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ കുറച്ച് പപ്സൊക്കെ മേടിച്ചിട്ട് വന്ന് അവളെ കുറേ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു എഗ് പഫൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കുറച്ച് ഇഷ്ടമായി. പിന്നെ 2-3 എഗ് പഫൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ വല്ല വിധനെയും കുറച്ച് ഫുഡൊക്കെ കഴിപ്പിച്ച് നല്ല ചുമയൊക്കെ ആയതുകൊണ്ട് അവൾ ഒരുപാട് ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ചക്കര കുട്ടീനെ ഇത്രയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഓർത്തു അവളുടെ കൈ ഫിനിഷ് ആവാറായി ഒരു സൈഡ്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവളെ കിടത്തി ഉറക്കാം കുറച്ച് നേരം. ആ ടൈം കൊണ്ട് ഉമ്മയ്ക്കും സിസ്റ്ററിനും എനിക്കും എല്ലാവർക്കും ചേർന്ന് ബാക്കി മെഹന്തിയൊക്കെ ഇടാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇടയ്ക്കൊരു കോളൊക്കെ വന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. നമ്മളുടെ മെഹന്തി തീരുന്നതിന് മുമ്പ് ഉമ്മ ഇവിടെ മെഹന്തി ഇടാൻ വന്നു. ഉമ്മ ഇടണ്ടേ? പിന്നെ ഒരേ ഒരു മോളുടെ കല്യാണമാണ്. ഇതാണ് കൈ നോക്കട്ടെ. ഇനി ഉമ്മയ്ക്ക് ഇടുന്നതൊക്കെ നമുക്ക് എടുക്കാമേ. റെഡിയല്ലേ? ചോദ്യോത്തരം. എല്ലാവരും ടയേർഡാണ്. ഉമ്മ മെഹന്തി ഇട്ട് കഴിഞ്ഞ് ഉമ്മ കൈയുടെ ബാക്കിൽ മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് ഉമ്മ ദേ ഉറങ്ങുമായിരുന്നു. ആക്ച്വലി ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ ദേ ഇട്ട് തുടങ്ങി കേട്ടോ. അറിയിക്കോ, കൈ ഒന്ന് കാണിച്ചു തരോ? ഓക്കേ. ഇവിടെ നമ്മൾ എൻ്റെ കൈയിൻ്റെ പണിപ്പുരയിലാണ്. അങ്ങനെ നമ്മുടെ മെഹന്തി ഇടൽ ആക്ച്വലി ബാക്ക് പോർഷൻ തുടങ്ങി. പാവ ഡയന ആ കപ്പ് സിറപ്പും കുടിച്ച് അവളുടെ ഉറക്കത്തിലാണ് കേട്ടോ. കണ്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ബാക്കിൽ നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ദേ ഇങ്ങനെ ഇട്ടു. കണ്ട, ഉമ്മ അവിടെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. പാവം കൊച്ച്, കല്യാണ പെണ്ണാണ് കിടന്ന് ഉറങ്ങുന്നത്. ഇത് കണ്ടോ, അമീൻ അവളുടെ അടുത്തുള്ള സ്നേഹമാണ് ഈ കാണുന്ന മുഖക്കുരു. ഇത്രയും നാളവക്ക് മുഖക്കുരു ഇല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് കല്യാണ സമയമായപ്പോൾ മുഖത്ത് കുരു. ഡയനയുടെ അനിയത്തിയാണേ. മെഹന്തി ആർട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ഡയനയുടെ ദേ നമ്മുടെ മണവാട്ടിയുടെ മെഹന്തി ബാക്ക് കാണിച്ചാൽ ഫുൾ അങ്ങനെ പിടിക്ക്. കണ്ടോ, ഈ ഡിസൈൻ എല്ലാവരും എങ്ങനെ ഉണ്ടെന്നുള്ള കമന്റ് ചെയ്യണം.
എനിക്ക് പേഴ്സണലി ബാക്ക് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടെ. ബാക്കിലത്തെ ഡിസൈൻ ഭയങ്കര ഡിസൈൻ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അറബിക് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കാണുന്ന രീതിയിൽ വെക്കുന്ന ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ നോക്കിയേ. ശരിക്കും പറഞ്ഞാലേ എല്ലാ സെലിബ്രിറ്റി വെഡിങ്ങും ഇപ്പൊ ഇവരാ ചെയ്യുന്നേ. തൂത്തെടുത്ത് ചെയ്യാണ്. മിക്ക വെഡിങ്സും ചെയ്യുന്നത് ഇവര് തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ള ഈ 2 സിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ബാക്ക് ടു എന്റെ ചാനൽ പോയി കഴിഞ്ഞാൽ എന്റെ മറ്റേ വളക്കാപ്പിന്റെ വീഡിയോയിൽ 2 പേരുമായിട്ട് ഞാൻ നിൽക്കുന്നത് കാണാൻ പറ്റും. അന്ന് കുറച്ചുകൂടി കൊച്ചുകുട്ടികളായിരുന്നു. ഇന്ന് 2 പേരും അമ്മമാരായി. ഉണ്ടായിരുന്നു. അതാ എടി എന്റെ വ്ളോഗിൽ ഇതേപോലെയാ ഞാൻ പറയുന്നത്. എനിക്ക് പേര് തെറ്റിപ്പോയി. എനിക്ക് എന്തായാലും നല്ലതായിട്ടുണ്ട്. പെട്ടെന്ന് ഇട്ട് തന്നു. നമുക്ക് എല്ലാവർക്കും ഇട്ട് തന്നു. ഉമ്മയ്ക്കും ഇട്ട്. ഞാനാ പറഞ്ഞത് ഇവിടം വരെ മതി എന്നുള്ള. അല്ലെങ്കിൽ ഇത് വരുന്നില്ലേ. നോർമലി ബ്രൈഡില് എൽബോ വരെയാണ് വരുന്നത്. നിങ്ങൾ എവിടെയാ താമസം കൂടി പറഞ്ഞേക്കേ. ആള് തിരുവല്ലാണ്. ഞാൻ ട്രിവാൻഡ്രം. പക്ഷെ ഇവര് ഓപ്പൺ ടു ട്രാവൽ ആണ്. ഇവര് എല്ലായിടത്തും പോയിട്ടൊക്കെ ഇടും. അപ്പൊ നിങ്ങളുടെ വെഡിങ്സിനും മറ്റു വേറെ എന്ത് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ ഇഷ്ക് മെഹന്തി ആർട്ട് കോൺടാക്ട് ചെയ്യാം. പറയട്ടെ. സാധാരണ ഞാനാണ് ബ്രൈഡ്സിന് ഇട്ട് കൊടുത്തില്ല. ഞാൻ പണ്ട് ഇടുമായിരുന്നു കേട്ടോ. എന്റെ അനിയത്തിയുടെ അടുക്കം വെച്ച് ഞാൻ ഇട്ട് കൊടുത്തില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ 2 പേരും ഒന്ന് ഇട്ട് തന്നേക്ക് എനിക്ക് ഭയങ്കര ഒരു പുതുമയും അത്ഭുതവും ഒക്കെ എടുത്ത് തന്നിട്ട് താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഓർത്ത് വിളിച്ചു. സ്പെഷ്യൽ താങ്ക്സ് അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അത് ഞങ്ങൾ ഓർത്ത് വീണ്ടും അവൾ എന്റെ മാനേജർ കം എല്ലാം. ഞാനാണ് മാനേജർ. എന്റെ കൈ ഉമ്മ വാ. ഉമ്മ കൈ കാണിക്കുവാ. ഉമ്മ ഇത്രയും നേരം സുഖം ഉറക്കമായിരുന്നു. ഉറക്കുന്ന മുഖം കൂടെ കാണിച്ചു കൊടുക്ക്. ഉറക്കത്തിന്റെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പൊളിഞ്ഞു പോയത്. നമ്മളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നന്നായിട്ട് ഉണ്ട്. ഇനിയും ഒരുപാട് കൈകളിൽ ഇങ്ങനെ കഴിയട്ടെ കേട്ടോ. മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്തോ? ആക്ച്വലി എന്നോട് ചോദിച്ചിരുന്നു മേക്ക് ഓവർ വെച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ. പിന്നെ ഒരു ദിവസം നമ്മൾ മേക്ക് ഓവർ ആയിട്ട് വരും. അതെ, അപ്പോൾ ദേ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡയനയ്ക്ക് ചുമ ഒന്നുകൂടെ നന്നായിട്ട് കൂടി. അപ്പോൾ ഡയനയ്ക്ക് കഫ് സിറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അത് കുടിക്കുന്ന പോലൊരു ബുദ്ധിമുട്ട് വേറെ ഇല്ല. പക്ഷേ വേറെ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അസാധ്യ ചുമയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയനയുടെ അമ്മൂമ്മയ്ക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഉമ്മന്ന. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കൈ ഇപ്പോഴും ദേ ഇങ്ങനെ എൻ്റെ ബാക്കിലും കൂടി ഇട്ട് കേട്ടോ. ദേ കണ്ട, നിന്റെ ആണോ എൻ്റെ ആണോ നല്ലത്? ആൾക്കാരിപ്പോൾ തെറി പറയും. കല്യാണ പെണ്ണിൻ്റെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണിച്ചു തരാൻ പോവാണ്. നമ്മുടെ ഡയാനയുടെ ഈ സൗന്ദര്യം എവിടെ നിന്നാണ്? ഡയാനയുടെ ഈ സൗന്ദര്യം എവിടെ നിന്നാണ് ഡയാനയ്ക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കാണിച്ചു തരാം. സൗന്ദര്യം കിട്ടിയിട്ടില്ല. എന്നാലും ഇരുന്നോട്ടെ കുറച്ചെങ്കിലും. 4-1 അല്ല, ഈ സൗന്ദര്യം ഇല്ല. എനിക്ക് ആദ്യമായിട്ട് പാട്ട്. അയ്യോ, എന്റെ കുറ്റമൊന്നും പറയരുത്. ഉമ്മന്ന ഹായ് പറ. ഹായ് ഹായ് സുന്ദരി. പല്ലൊക്കെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. കൊച്ചുമോളുടെ കല്യാണമാണോ? പല്ലില്ലേ ഇപ്പോഴുണ്ടെന്ന് ആവി പറയുന്ന കമ്പി ഇടണോ പല്ലില്? മറ്റേ പല്ല് വെക്കാലോ. അല്ല, അങ്ങനെയല്ല. എന്തൊരു ഇത് പല്ല് മറയ്ക്കാൻ അലൈനറാണോ? ശരിയാക്കാനല്ലോ. അലൈനർ വാങ്ങിച്ചിട്ട് കൊടുത്തോളാം. നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. പാട്ട് പാടാനാ? പാട്ട് ഇല്ല. ആദ്യം കൊച്ചുമോളുടെ കല്യാണമാണോ? ആണോ? എപ്പം? ഞായറാഴ്ച. അവളെ കുറിച്ചിട്ട് 2 വാക്ക് ആദ്യം പറ. നല്ല കൊച്ചാണെങ്കിൽ ഇന്നല്ലേ?
ആ പറഞ്ഞോ പറഞ്ഞോ. മൈലാഞ്ചി കൊള്ളാമോ? വേറെ എല്ലാവരും പറഞ്ഞു വലിയ പറയാം. അല്ല മൈലാഞ്ചി കൊള്ളാമോന്നും പറയും. മൈലാഞ്ചി കൊള്ളാമോ? ചുമ നിൽക്കണില്ല. കുഴപ്പമില്ല, പൊയ്ക്കോളൂ. ചുമ അല്ലേ, പറഞ്ഞ അനുസരിക്കില്ല, മരുന്ന് കഴിച്ചില്ലല്ലോ. കുളിക്കില്ല, ചുമ വരുമ്പോ കുളിച്ചു. പറ ഉമ്മന്ന, അവളെ കുറിച്ച് എന്തെങ്കിലും പറ. എന്നെ ഉമ്മ തന്നെയാണ് നോക്കിയത്. പാവം കൊച്ചു. ആ ഞാൻ രാവിലെ എൻ്റെ മാപ്പിളയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എവിടെ പോയി വിളിച്ചോണ്ട് വരും. ആ വീട്ടിൽ പോയി അപ്പം എവള് ഒരുക്കി നിർത്തിയേക്കും. ആ എൻ്റെ കറകാവയിൽ കൊണ്ടുവന്ന് ആക്കും. ആ സ്കൂളില് സ്കൂളിൽ. എന്നിട്ട് ഞാൻ അതിലേ കൂടെ വീട്ടിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ അവളവിടെ നിന്ന് കളിക്കുകയും ചെയ്യും, എന്നെ കാണുകയും ചെയ്യും. സ്കൂളിൽ ഇരുന്നോണ്ടാ? അവളിൻ്റെ നടയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോഴും കളിക്കും. കളിക്കും രണ്ടു പിള്ളേരുമായി മന്നതോളം നിൽക്കണമെന്നൊക്കെ പറയും. മൃഗം വിടാറാകുമ്പോൾ ഞാൻ അതിലേ കൂടെ പോയി വിളിച്ചു കൊണ്ടുവരും. ഫോർത്ത് വരെ പഠിച്ച കൊച്ചിലെ സ്കൂളിന്റെ അടുത്തായിരുന്നു നമ്മുടെ താമസം. പനിയൊന്നും ഇല്ല, ചുമ മാത്രമേ ഉള്ളൂ. എൻ്റെ 3 തമ്മ പപ്പായ പോലെ എനിക്ക് എത്ര പോരാ. ഇത്ര മക്കളൊക്കെ വിശക്കുമ്പോൾ ഞാൻ സഹിക്കില്ല, കള്ളം പറയില്ല. ഉണങ്ങിപ്പോയാ? ഉണങ്ങിപ്പോയി ഉമ്മനെ പറയും. ഉമ്മന്നയുടെ കൊച്ചുമക്കളെല്ലാം ഉണങ്ങിപ്പോയി, അതാണ് ഉമ്മനക്ക് സങ്കടം ഇപ്പം അല്ലേ? അയ്യോ പോട്ട് പോട്ട് സാരില്ല, നമുക്ക് നമുക്ക് മൈലാഞ്ചി ഇടാം. അങ്ങനെ ഡാനയുടെ ഉമ്മനെ കൊണ്ട് ഞങ്ങളൊരു പാട്ടൊക്കെ പാടിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടോ, മൈലാഞ്ചി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ. ഭയങ്കര രസമായിരുന്നു അത്. മേലൊരു പൂമരക്കൊമ്പത്ത് മാന്തളിരുണ്ട് മതിപ്പുയിലേ നീന്നു പാടുന്ന പാട്ടുകളൊക്കെയും ലോകമയമാവാൻ കാര്യമൊരിക്കലും കാണാത്ത മട്ടില ഗായകൻ നിന്നെ പിരിഞ്ഞു പോയോ. കല്യാണ ദിവസം പാടാൻ പറ്റിയ പാട്ട്. ഈ പാട്ട് ഞാൻ സ്കൂളിലെ ചെറിയ ക്ലാസ്സില് ഉമ്മന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നെയാണല്ലേ? ഞങ്ങളുടെ വേറെ കസിൻസ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഉമ്മന്നെ പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മുടെ മെഹന്തി ഇടൽ ഇപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മനിക്കും കൂടെ ഇട്ട് കൊടുത്ത് അല്ലേ? ഉമ്മനെക്കിട്ട് ഉമ്മക്കിട്ട് സുനീനെക്കിട്ട് അതെ, എല്ലാവർക്കും ഇട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും പോവാൻ പോവാണ്. ഉമ്മ എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി മൂഡിലാണ്. മെഹന്തി വൈബ് ഓണായി. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വളരെ ചെറിയ രീതിയിൽ നടത്തിയ ഇപ്പം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒത്തിരി എല്ലാവരെയും അറിയിച്ചൊന്നും അങ്ങനെയൊന്നും ചെയ്തില്ല. ഇവൾക്ക് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. ഇപ്പോൾ ഒരു സേവ് ദ ഡേറ്റോ അങ്ങനെ ഒന്നും അവൾ ചെയ്തിട്ടില്ല. വീട്ടിലും അങ്ങനെ തന്നെ വളരെ കാമായിട്ടൊരു നോർമൽ ഡേ പോലെ തന്നെയാണ് അല്ലേ? നമ്മളെല്ലാവരും കൂടി വന്നപ്പോൾ ഒരു സന്തോഷം. അത്ര താങ്ക് യു സോ മച്ച് കേട്ടോ. കല്യാണം പ്രമാണിച്ച് നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇവരാണ് ആദ്യത്തെ ഗസ്റ്റ്. ഹാപ്പി മാരേജ്. ഇനി ഒരുപാട് ഫംഗ്ഷൻസ് നടത്താൻ പറ്റത്തില്ല, മെഹന്തി ഇടാൻ വിളിക്കണം. ആ ഒരുപാട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അതെ, വേണം. അപ്പോ എന്തായാലും നമുക്ക് കാണാം. അങ്ങനെ നമ്മള് ഇന്ന് ട്രയല് നോക്കാനായിട്ട് പോവാണ്, ഡ്രസ്സിന്റെ ട്രയല്. ഇന്ത്യൻ ഡയനയുടെ നമ്മുടെ 2 പേരുടെ ഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്താണ്, ആല ഡിസൈനർ ബുട്ടീക്ക്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഒത്തിരി പേരുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഒരു ബൊട്ടീക്കാണ് നമ്മുടെ ആല ഡിസൈനർ. അപ്പോൾ അവിടുത്തെ സുറുമിത്തയുടെ കയ്യിലാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രസ് ട്രയലിന് പോകുന്ന വിശേഷം കാണാം. ഡയനയ്ക്ക് ചുമ ഒട്ടും കുറവില്ല ഗൈസ്. മൈലാഞ്ചി അടിച്ചു കൊടുക്ക്. അവൾക്ക് ചുമ ഒട്ടും കുറവില്ല, തീരെ വയ്യാണ്ടാണ് ഇരിക്കുന്നത്. നല്ല ചുമയായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മേടിച്ചു, പക്ഷെ ഇന്ന് ഇനി കഴിക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്.
അപ്പം എന്തായാലും ബാക്കി വിശേഷം അവിടെ നമ്മുടെ ആലയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് ആലാബൈ സുർമി ഹഷീം ചേച്ചിയുടെ ബൊട്ടീക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്റ്റാച്ചു വെറൈറ്റിയുടെ തൊട്ടടുത്താണ് കേട്ടോ ഇവരുടെ ഈ ഷോപ്പ് വരുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് വെഡ്ഡിങ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വാസത്തോടു കൂടി നമ്മൾ ഡ്രസ്സ് അങ്ങ് ഏൽപ്പിച്ചു. അപ്പോൾ സുർമിത്ത ദേ ഇപ്പം എത്തി കേട്ടോ. ഹായ്, ഹലോ. ഇതാണ് നമ്മുടെ സുർമിത്ത. അപ്പോൾ സുർമിത്തയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി. ഒരുപാട് സെലിബ്രിറ്റി വെഡ്ഡിങ്സ് ചെയ്ത ഒരാളാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ടല്ല പിക്ക് ചെയ്തത്, നല്ല ഡിസൈൻസും അതെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഇതിന് മുൻപ് ഇനാഗ്രേഷൻസിനും ടി വി പ്രോഗ്രാംസിനൊക്കെ ഇട്ടാണ് ചെയ്ത് തരുന്നത്. ഡയനയുടെ കാര്യം പറ. ഡയനയുടെ ഡ്രസ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയത്? ഡിസൈൻ പറ. അതായത് ഓണിയൻ, അപ്പൊ എന്റെ ഉമ്മയുടെ കല്യാണ സാരി ഡ്രസ്സൊക്കെ ഇപ്പൊ എല്ലാരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്റെ ഉമ്മയുടെ കല്യാണ സാരി ഓണിയൻ പീലായിരുന്നു. അപ്പൊ ഇത്ത സജസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒണിയൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്ത പറഞ്ഞു ഒണിയൻ പിങ്ക് ആണോ, ഞങ്ങളും ആക്ച്വലി അത് വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞു അല്ലേ. ഒത്തിരി സെലിബ്രിറ്റീസ് ആണെങ്കിലും എല്ലാം ഭയങ്കര കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ഇടുന്നുണ്ട്. അപ്പം നമുക്കൊരു പാസ്റ്റൽ ഷെയ്ഡ് അങ്ങനെ ഒരു ന്യൂഡ് ഷെയ്ഡിലോട്ടൊക്കെ പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡയാന ആ ഒരു കളറുമായിട്ട് വരുന്നത്. പിന്നെ നമ്മള് ഫാബ്രിക്സ് വെച്ച് നോക്കിയപ്പം ഏറ്റവും മാച്ച് ചെയ്യുന്ന ഷെയ്ഡ് ഓണിയൻ പീച്ചാണ് കൂടുതൽ മാച്ച് ചെയ്തത്. അപ്പൊ അത് തന്നെ ചെയ്തു, സെലക്ട് ചെയ്തു. പിന്നെ ബോർഡേഴ്സ് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത് ഡയാനയുടെ കുഞ്ഞുനാൾ മുതലുള്ള കുഞ്ഞുനാൾ മുതലേ ലേസസ് ഭയങ്കര ഇഷ്ടമാണ്. സ്കേർട്ടിന്റെ ഹെമ്മില് ലേസസ് വെച്ച് വെക്കാൻ. പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി പർച്ചേസ് ചെയ്തൊക്കെ കൊണ്ടുവന്നത് അവളുടെ ആഗ്രഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു ഫോൺ കോൾ. സോ ഫസ്റ്റ് നമ്മൾ ട്രയൽ നോക്കിയത് ഡയാനയുടെ വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തട്ടം ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അറബിക്കിൽ ഡയാന അതുപോലെ അമീൻ എന്ന് റൈറ്റ് ചെയ്ത് വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നത് ഇതേ ഇങ്ങനത്തെ രീതിയിലാണ്. ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ആൻഡ് ഡയാന ലുക്ക്ഡ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് വിത്ത് ദിസ്. എനിക്ക് നല്ല ചുമയും വയ്യായ്മയും ഒക്കെ ഉണ്ട്. പക്ഷേ ഡ്രസ്സ് കണ്ടപ്പോൾ നമ്മളതെല്ലാം മറന്ന് ഞങ്ങൾ രണ്ടുപേരും അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല ചേരുന്നൊരു കളർ, അതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ. ഇത് ആർട്ടിസ്റ്റ് ലിറ്റിൽ വേൾഡിനാണ് ഫുൾ റൈറ്റ്സ് ആർട്ടിസ്റ്റ് ലിറ്റിൽ വേൾഡിനാണല്ലോ നയൻതാര നെറ്റ്ഫ്ലിക്സിലും ഡയാന ഹമീദ് ആദീസ് ലിറ്റിൽ വേൾഡിലുമാണ്. അപ്പൊ നല്ല ഗുഡ് ബോയ് അല്ലേ, ഗുഡ് ബേബി അല്ലേ, എനിക്കറിയാം. അപ്പൊ ഫുഡ് കഴിച്ചാ മക്കളെ? എന്നെ അപ്പുനെ കാണണില്ലല്ലോ, അപ്പുനെ ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ ഞങ്ങൾ അപ്പുനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡയാനയുടെ അതേ ഡ്രസ്സ് എത്തി. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗൗണും അതുപോലെ അതിൻ്റെ കൂടെ ഒരു ഷോളും കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 ദിവസം മുന്നേ ഞങ്ങൾ സിനിമയടുത്ത് പോയി പകുതി വർക്കൊക്കെ നോക്കി വന്നതാണ്. അപ്പോൾ ഇതും ഫൈനൽ വീലും കൂടെയൊക്കെ ഇട്ടപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഫൈനൽ ട്രയലൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര രസമായിട്ട് ഹാപ്പി ആയിട്ട് ഇതേ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സുരഭ ചേച്ചിയുടെ അടുത്ത് വന്ന് ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഇൻപുട്സും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഗ്രീൻ. ഞാൻ പറഞ്ഞു കൊടുത്ത അതേപോലത്തെ ഒരു സാധനം എനിക്ക് ചെയ്തു തന്നു. ഇതേ ഹാൻഡ് വർക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സുർമിത്ത, ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ആഗ്രഹിച്ച അതേ ഒരു ഡിസൈൻ ചെയ്തു തന്നതിന്. അപ്പോൾ നമ്മളിതേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നാളെ ഇവിടുന്ന് റെഡി ആയിട്ട് നമ്മൾ പോവും. രാജീവ് നമ്മളെ കൊണ്ടാക്കാൻ വന്നതാണ്. ഹായ്. എന്താണ് ഡയാനയുടെ കല്യാണത്തിനെ കുറിച്ച് പറയാൻ? നമ്മുടെ ഡായുമ്മയുടെ കല്യാണമാണ് നാളെ. സോ അതിൻ്റെ പരിപാടികളിലാണ്. എന്തായാലും അടിച്ചു പൊളിക്കട്ടെ, സൂപ്പർ ആയിരിക്കട്ടെ. ഇതൊരു മറ്റേ പഠിച്ചു പറഞ്ഞ പോലെയായി. അങ്ങനെ അല്ലാതെ എന്താ പറയാ. ഡയാനയ്ക്ക് ചുമ ഒട്ടും കുറവില്ല. സംസാരിക്കണ്ട, ഒന്നുമേ സംസാരിക്കണ്ട. അവള് അതെ അപ്പൂനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൂന് നമ്മൾ ഡയാനയ്ക്ക് ചുമ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവനെ കൊണ്ടുവരുന്നില്ല.
സംസാരിക്കണ്ട. ഡയാനയ്ക്ക് ആക്ച്വലി ഒട്ടും വയ്യ. കല്യാണം നാളെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കണം. അവൾ ഇനി ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പണിയിലും കൂടെയാണ്. എന്തായാലും നീ റെസ്റ്റ് എടുത്തോ. രാജീവ് ഇപ്പോൾ പോവും, അമീൻ ഇപ്പോൾ വരും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ വരും, ചെക്കിൻ ചെയ്യും. സോ നമ്മളിവിടെ സെറ്റായി, നമ്മളുടെ ഡ്രസ്സൊക്കെ വന്നു, എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. കാര്യം രാവിലെ 5 അയ്യോ അത് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ച ടൈം ഒന്നുകൂടെ കൺഫേം ചെയ്യണം. 5 o'clock വരാനേ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ വരും. അവളോട് പറയണം, ശിവാസിനോട് പറയാം. സൗണ്ട് മാത്രം നിങ്ങൾ കേട്ടല്ലോ, കാറ്റുള്ള സൗണ്ട്. ഒട്ടും വയ്യ ഡയനയ്ക്ക്. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ വ്ളോഗിലൊന്നും അവളെ കൊണ്ടൊന്നും സംസാരിപ്പിക്കുന്നില്ല, അത്രയ്ക്കും വയ്യ. അപ്പം ഞങ്ങൾ ഇവളുടെ ബാച്ചിലർ ലൈഫിൻ്റെ ലാസ്റ്റ് ഡേ. പക്ഷെ അങ്ങനെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കാര്യം നാളെ നടക്കുന്നത് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ അത് മോർ ദാൻ എൻഗേജ്മെന്റ് അല്ലേ? മുസ്ലിംസിന് എല്ലാവർക്കും മനസ്സിലാവും നിക്കാഹാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇനിയും ഒരു ഫംഗ്ഷൻ അല്ലാതെ കല്യാണമായിട്ട് ഇനിയും ഒരു ഫംഗ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അത് ഡിസൈഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കല്യാണമെങ്കിൽ പ്രേക്ഷകരോട് പറയാറുണ്ട് കല്യാണമൊക്കെ നന്നായിട്ട് നടക്കും. കഴിഞ്ഞിട്ടാണ്. സോ നമുക്ക് നല്ല ലൈഫ് ഉണ്ടാകാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പം എന്തായാലും എൻ്റെ കൊച്ചിന് അങ്ങനെ ഒരു നല്ല ലൈഫ് കിട്ടാൻ പോവുകയാണ്. ആൻഡ് അമീനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ, അതായത് വെഡ്ഡിങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ അമീനെ കാണിച്ചിട്ടില്ല, ബിക്കോസ് അവൻ എത്തിയിട്ടില്ല. അവരുടെ ഫാമിലിയൊക്കെ എത്തുന്നേ ഉള്ളൂ. അമീനും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. പക്ഷേ എന്താ ബാക്കിയെല്ലാം പിന്നെ പറയാം. ഞങ്ങൾ ഇപ്പം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ടാറ്റാ, ബൈ ബൈ. കിടക്കാം സമയമായി.